പൊട്ടിത്തെറിക്കും. ഇതില് വെള്ളം സോസേജ് ഓക്കെ അല്ലേ? നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാനും അടിപൊളി വൈബാണ് ഈ ക്വീൻസ് പാർക്കിന്റെ. എറണാകുളംകാരുടെ ഒരു ഭാഗ്യമാണ് കേട്ടാ. സ്കൂളിലുണ്ട് മഷ്റൂം നോക്കിയ വെച്ചുവിന്റെ സ്കൂളിൽ മിക്ക മരത്തിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മഷ്റൂംസ് ഉണ്ടെന്നാണ്. മഴ വന്നെ ഓടട്ടേട്ടാ. ഓട്. അതെ, ഞാൻ ഞായറാഴ്ചയായിട്ട് ഹോട്ട് ഡോഗ് ഉണ്ടാക്കി. അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ച ക്വീൻസ് വാക്കയിൽ പോയിരുന്നിട്ട് അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കാസ്ട്രോളിൽ ഇത് ബാക്കിൽ ഇരിപ്പുണ്ട്. കാസ്ട്രോളിലെല്ലാം ആക്കി നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അവിടെ പോയിരുന്ന് ടേസ്റ്റ് ചെയ്യലുണ്ട്. വേഗം ക്വിക്കായിട്ട് വേഗം ഉണ്ടാക്കി. പിന്നെ ഹോട്ട് ഡോഗ് എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് എടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. എന്താണ് സംഭവം? എന്താ പറയാ, ഫുഡ് ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ലച്ചുവും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കണേ ആണല്ലേ. നമ്മൾ വന്നിട്ടുണ്ടല്ലേ ഈ വഴി? ശരി, ഈ വഴി വന്നിട്ടുണ്ട്. ഈ വഴി എത്രയോ തവണ വന്നിട്ടുണ്ട്. എനിക്ക് ആ മരങ്ങളില്ലേ ചെയ്തോട്ടെ. നമ്മളെപ്പോഴും രാത്രിയല്ലേ അധികം വരാറ്. നമ്മള് രാത്രി വരുന്നോണ്ടേ അധികം ശ്രദ്ധിക്കാറില്ല. എപ്പോഴും ഇവിടെ രാത്രിയാണ് ഉണ്ടാവില്ല. ഞങ്ങള് വെറുതെ കാറ് ഓടിച്ച് നമുക്കൊന്ന് വെറുതെ പുറത്തു പോവാം. നമ്മളെ വീട്ടിലിങ്ങനെ മുഷിഞ്ഞൊക്കെ ആകെപ്പാടെ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഇതില്ലാതിരിക്കുമ്പോ നമ്മള് വണ്ടി എടുത്ത് പോണ സ്ഥലമാണ് ക്വീൻസ് പാർക്ക്. അത് വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഒന്നില്ലെങ്കിൽ ചിലപ്പോ ഇറങ്ങ പോലും ഇല്ല. അവിടെ വന്നിട്ട് വെറുതെ ഇരുന്നിട്ട് പോകും. ഒരു പുറം രാജ്യത്തെ ഫീലാണല്ലേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. നല്ല രസമാണ്. ഇവിടെ വന്ന എല്ലാരും ഈ ഫ്ലാറ്റ് ഒന്ന് കൊണ്ടിട്ടിട്ടേ പോകുള്ളൂ അല്ലേ. അടിപൊളി ഫ്ലാറ്റുകളാണ്. ഇതെന്താണോ ഇത് പണി പകുതിക്ക് വെച്ച് നിർത്തി. ഇതിന്റെ റീസൺ എന്താന്നറിയില്ല. ഇത് നമ്മുടെ കടകൾ നിങ്ങളൊന്ന് നോക്കിയേ. വല്ല കടകളും ഉണ്ടാന്ന് നോക്കിയേ. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? അടച്ചിട്ടേക്കണേന്ന്. ഒറ്റ ഷോപ്പില്ല. കണ്ട, അല്ലെങ്കിൽ മൊത്തം തിരക്കായ. ഞങ്ങളിവിടെ എത്തിയിട്ടാ. ഭയങ്കര കാറ്റാണ്. നല്ല രസമുണ്ട്. സോസ് ആവശ്യമുണ്ടെങ്കിൽ മതി. ഈ സമയം വന്ന് എന്തായാലും നന്നായിട്ടാന്ന് വെച്ചാ ഭയങ്കര നല്ല രസമുണ്ട്. കാറ്റും ചൂടൊന്നുമില്ല. മുടിയൊക്കെ പറക്കണമൊക്കെ. വേറെ സ്ഥലം നോക്കണോ? ഇത് സെറ്റാണ് അല്ലേ? അപ്പൊ വണ്ടിയിലിരുന്ന് പറഞ്ഞില്ലേ ഹോട്ട് ഡോഗ് ഉണ്ടാക്കിയെന്ന്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഹോട്ട് ഡോഗ് ആണ് കേട്ടോ. കാണിച്ചു തരാം. അയ്യോ തുറക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 2 സോസേജ് നല്ല മണം തന്നെയുണ്ട്. ഓരോ ഹോട്ടലിൽ ചെന്ന പോലെ ഉണ്ട് അല്ലേ. സോസേജ് നമുക്ക് കഴിക്കാം. ആദ്യം ഹോട്ട് ഡോഗ് കഴിക്കാം. ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നാ മതിയായിരുന്നു അല്ലേ. ആദ്യം നിങ്ങൾ കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിക്കാം. അവിടെ ഇരുന്ന് കഴിച്ചോ. എങ്ങനെയുണ്ട്? മുടിയൊക്കെ വായിലോട്ട് പോണ്. കഴിക്ക്. എങ്ങനെയുണ്ട്? നല്ലതാണോ? നീ ലച്ചു കഴിക്ക്. ലച്ചുവിനല്ലേ ഇഷ്ടം ഭയങ്കര. അതിന്റെ ഉള്ളിലെ ടെക്സ്ചർ നോക്കട്ടെ. സൂം ചെയ്ത് അനക്കല്ലേ. ഓക്കെ
നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ വന്ന് കഴിക്കാൻ. പറ്റിയൊരു സ്ഥലമാണ്. നമ്മള് പ്ലേസ് നമ്മള് ക്ലീൻ ചെയ്ത് വെക്കും, ഒന്നും താഴെ ഇടാതെ. പിന്നെ കൊണ്ടുവന്നതെല്ലാം കൊണ്ടുപോവുകയും ചെയ്യാം. അതാണ് ഇതിലെ മെയിൻ തിങ്. ഞാൻ കഴിച്ചിട്ടില്ല എങ്ങനെയുണ്ടെന്ന് കഴിക്കാനായിട്ട്. നിങ്ങൾ കഴിച്ചിട്ട് പയ്യെ ഞാൻ കഴിച്ചോളാം. വിച്ച് ഫ്ലേവർ? ലെമൺ. ഓ, മുട്ടി പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ലച്ചിക്കുട്ട. അടിപൊളിയാ. ലച്ചിന് കുറച്ച് എരിവ് കൂടിപ്പോയാ? അതിലാ ഇതിട്ടിട്ടുണ്ട്, എന്താ അലപ്പിന് എന്താ അതിനെ പറയാ, അതിന്റെ ചെറിയൊരു എരിവുണ്ട്. അച്ഛൻ കഴിച്ചു ചെയ്യാറായി. അധികം ആരും ഇല്ല എന്താ, കുറച്ചാളുകളേ ഉള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാവും. ചേച്ചി വയറ് നിറഞ്ഞാടാ? അന്ന് നമ്മൾ അവിടെ പോയി കഴിച്ചപ്പോ നീ പറഞ്ഞില്ലേ എനിക്ക് വയറ് നിറഞ്ഞില്ല അമ്മ. ആണല്ലേ? ചേച്ചത് എങ്ങനെയുണ്ട്? വയറ് ഫില്ലായ? നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ പോണേ. ഇവരൊക്കെ കഴിച്ചു. ഇവിടെ തുടങ്ങണോന്ന് അറിയണില്ല. അതിന് ഇത്തിരി എരിവുണ്ട്, എനിക്കിഷ്ടായി. ഞാൻ ഇടയിൽ എനിക്ക് കൊറേ 2-3 വെക്കണമെന്നുണ്ടായി, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോ അറിയില്ലല്ലോ എന്നാ. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് വീട്ടിലുണ്ടാക്കിയ ഫുഡ് പുറത്തിരുന്ന് കഴിക്കാം. എപ്പോഴും പുറത്തെ ഫുഡ് അതായിരിക്കും ചില യൂട്യൂബേഴ്സ് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിക്കോ കൊണ്ടോണതേ. പിന്നെ ഇതിന്റെ ബണ്ണിന്റെ കാര്യം പറയണ്ട, ബണ്ണ് ഭയങ്കര സോഫ്റ്റാ. പിന്നെ വേറൊരു കാര്യം, ആദ്യം ചെയ്തിട്ട് ഒന്നിയം വെക്കാന്ന് പറഞ്ഞില്ലേ, എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യം ഉണ്ടാവില്ല. കഴിച്ചു വന്നപ്പോ ഉണ്ടല്ലോ കിഡ്ലോസ്കി. അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോട്ടാ. അപ്പഴത്തേക്ക് ഞാനൊരു ഹാഫ് ഫിനിഷ് ആക്കാം. അതായിരിക്കും നല്ലത്. വെള്ളം എന്തെങ്കിലും ഒഴിക്കണോ? എല്ലാം കൂടി ഇരിക്കും. എത്രണ്ണം വെക്കണം? പയ്യാണ് ഇത് കയറിയ പോലെ. പ്ലെയിൻ സോസേജ് ഉണ്ട്, വെച്ചിട്ടുണ്ട്. 6 1 2 3 4. നമുക്ക് വെറുതെ ചുമ്മാ കഴിക്കാം. ഇത്തിരി പൊട്ടിത്തെറിക്കും. ഇതിൽ വെള്ളം ഉണ്ടാവില്ല. ഇതായ ചേട്ടാ മതിയോ? നമുക്ക് കട്ട് ചെയ്യാം. ഇത് വെക്കാം ആദ്യം. രണ്ടെണ്ണം വെക്കണ്ട.
ഓക്കെ എന്നിട്ട് മസ്റ്റർഡ് സോസ് അതിന്റെ പുറത്ത് അയ്യോ അത് വെച്ചിട്ടാ വെച്ച കുഴപ്പമില്ല. അല്ല ഇതൊക്കെ അത് വെച്ചിട്ട് അല്ലടാ അതിന്റെ മറന്നു കിട്ടാ ഒരു ഹോള് പോലെ ഉണ്ടാവില്ല. ഹോട്ട് ഡോഗ് പല വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാട്ടാ, പല സംഭവങ്ങൾ ഫില്ല് ചെയ്ത് അങ്ങനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് വരണം ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മൾ വേഗം ക്വിക്കായിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള 5 മിനിറ്റുകൾ ഉണ്ടാക്കാവുന്ന സോസേജ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണത്. പിന്നെ നമ്മൾ മേടിച്ചതിന് സോസേജ് പെരി പെരി സോസേജ് ആണ് കേട്ടോ. ഒരു പാക്കറ്റിന് 165 രൂപയുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ പെരി പെരി സോസേജ്. കഴിക്കട്ടെ. ഞാനൊരു ആലോചിക്കണേ, ഇനി ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, അതായത് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള എന്തെങ്കിലും നോക്കിയിട്ട് ഇതുപോലെ നല്ല കയ്യിലൊന്നും അധികം ആവാത്ത തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അടിപൊളി വൈബാ അല്ലേ? നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാനും അടിപൊളി വൈബാണ് ഈ ക്വീൻസ് വാക്കിയുടെ എറണാകുളംകാരുടെ ഒരു ഭാഗ്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങളും ഇതുപോലെ വീട്ടിലിരിക്കാതെ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഞായറാഴ്ചയൊക്കെ എവിടെ പോയില്ലെങ്കിലും ഇവിടെയൊക്കെ വന്ന് 2 റൗണ്ടൊക്കെ നടന്ന് കുറച്ചേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി, കുഞ്ഞിനെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇരുന്ന് കഴിച്ചു നോക്കിയേ, വേറൊരു വൈബാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വന്നാൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നമ്മള് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു വേസ്റ്റ് പോലും താഴെ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളെല്ലാം കൊണ്ടുപോണേണ്. നമ്മൾ ടിഷ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തുറന്നേടാ അല്ല, ടിഷ്യൂ ഒക്കെ ഇതിലാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് കളയൂട്ടാ. അപ്പൊ ഇനി കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കട്ടെ. വേണ്ടേ? നീ അവിടെ വന്നിട്ട് അച്ഛനും ഇരിക്കണ വീഡിയോ എടുത്ത്. നല്ല കുട്ടിയല്ലേ? നിക്കട്ടാ. ആ നല്ലതായിരുന്നല്ലേ ഇതോട്ടെ. അത് സാരില്ല, ഞങ്ങൾക്ക് ഇത്തിരി. നീ അവിടെയൊക്കെ നിന്ന് നോക്കിയപ്പോ ഞാൻ നിങ്ങളെ എടുത്തപ്പോ നല്ല ഭംഗി. ഇവിടെ നിന്ന് നോക്കിയേ. ഇപ്പഴാ ഓൾറെഡി അങ്ങനെയാണല്ലോ. നല്ല രസമുണ്ടല്ലേ ഇതോട്ടാ. ഇനി ഒരു ദിവസം നമുക്ക് പൊതിച്ചോറുണ്ടാക്കിട്ട് എന്താല്ലേ ബാക്കി പോയി കുറച്ച് ആ കോർണറിലും ചെല്ലും. ആ കോർണർ ചെല്ലും. നമുക്കൊരു സ്റ്റാൻഡ് മേടിക്കണം സേതാ. നമ്മുടെ സ്റ്റാൻഡാണത്. നല്ല കുട്ടിയല്ലേ, ഷെയ്ക്ക് ചെയ്യല്ലേ. ഒരു നല്ല വീഡിയോ എടുത്ത് മതിയാവും. നമുക്കൊന്ന് പയ്യെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് വന്നാലാ? പോയാലാ നടന്ന് ബാക്ക് എടുക്കാൻ? ഇവിടെ എടുത്തോളൂ. ആ എന്തായാലും കൊള്ളാലോ സേതറിന്. എങ്ങനെ തോന്നി ബുദ്ധി? ഞാൻ ഭയങ്കര ബുദ്ധിമാണ്. നമ്മളെല്ലാം പാക്ക് ചെയ്ത് കാറിൽ വെച്ച് നമുക്ക് കുറച്ച് നടന്നിട്ട് പോവാം അല്ലേ? വര നല്ല രസമാണല്ലേ. കടകളൊക്കെ കണ്ടോ? ഒന്നുമില്ല. നടക്കാം. ഈ ബാഗിലിട്ടാലോ? ഫ്രീ ആയിട്ട് നടക്കാലാന്ന് ഓർത്തിട്ടാ. ആ കാക്കകളൊക്കെ ഇതുങ്ങൾക്കൊക്കെ ഒന്നും കിട്ടണില്ലാന്ന് തോന്നുന്നു. കടകള് ഉണ്ട്. പിടിക്കുക. ഫോൺ താഴെയല്ലേ ഏട്ടാ. നല്ല ഭംഗിക്ക് എടുക്ക്. ഒരു വഞ്ചി കിടക്കണ നല്ല രസമുണ്ട്. സ്കൈ ആണെങ്കിൽ നോക്കിയ അച്ഛനും മോളും കൂടി പോണു.
ഫോട്ടോ അയ്യോ എന്റെ പേടിയാണടാ. കുട്ടി 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 ഇതുപോലെ. നിങ്ങൾ ഈ ക്വീൻസ് വാക്വേയിൽ വരികയാണെങ്കിൽ ഒരു 4:30-5 മണി ആ സമയത്ത് വരണം കേട്ടോ. എന്നാലാണ് അടിപൊളി. അല്ലെങ്കിൽ നമുക്ക് വെയിലൊക്കെ ആയിട്ട് പറ്റില്ല. ഈ സമയം സുഖമായിട്ട് നടക്കാം, വർത്താനം പറയാ. പിന്നെ നമുക്ക് സ്വിഗ്ഗിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാം. അങ്ങനെ കുറെ പേര് അങ്ങനെ ചെയ്യണുണ്ടായി. സ്വിഗ്ഗിയൊക്കെ ഓർഡർ ചെയ്ത് സമാധാനത്തിൽ കഴിച്ചു. പിന്നെ ഇവിടെ ഒന്നും വൃത്തിയേടാക്കാതെ നോക്കിയാൽ മതി. പിന്നെ ചില ആളുകൾ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഫുഡ് കൊണ്ടുവന്നിട്ട് നമ്മളെ പോലെ തന്നെ ഇത് കഴിക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു സ്പോട്ടാണ് ഇവിടെ. എറണാകുളംകാർക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല വൈബാണ്. പറ്റുകയാണെങ്കിൽ എല്ലാരും വന്ന് ഇതേപോലെ തന്നെ എൻജോയ് ചെയ്യണം കേട്ടോ. ഒരു തിരുത്തുണ്ട്. സേതേട്ടൻ പറഞ്ഞ എറണാകുളംകാർക്ക് മാത്രമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എറണാകുളംകാർക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ളതില്ല, അല്ലാതെ എല്ലാ ആൾക്കാർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. ഈ കടകളില്ലാന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട. ഇതുപോലെ നമുക്ക് കൊണ്ടുവന്ന് സ്വിഗ്ഗിയൊക്കെ വഴി ഓർഡർ ചെയ്തൊക്കെ കഴിച്ച്, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും 2 സാധനങ്ങൾ കുടിക്കാനെടുത്തിട്ട് കപ്പലിലേക്ക് എടുത്തിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോണത് അറിയേയില്ല കേട്ടാ. വീട്ടിലിരുന്ന് കഴിച്ചോ കേട്ടാ. ഇവിടെ വന്ന അപ്പ പോണം. നടക്കാൻ ഇഷ്ടമെങ്കിൽ ഒരു ഭാഗത്ത് അവിടെ ഇരിക്കുക. എനിക്ക് വയ്യ. കുട്ടികളുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ കൊണ്ടുവരണമെന്നില്ല. അവരെ വീട്ടിലിരുത്തിക്കോ അല്ലേ. ഇതൊന്ന് എൻജോയ് ചെയ്യണ്ടേ. കുഞ്ഞമ്മേണെന്ന് പറഞ്ഞത്. ഓ ലച്ചുവിന് ഇവിടെ കൊണ്ടാവല്ലേ ചേട്ടാ. ഞാൻ വല്ല ലച്ചു ഇവിടെ ഇരിക്കുവോ. ലച്ചു പോവാ ബാ ബാ ബാ. കോഴീനെ പോലെ ബാ 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 ബാ. ലച്ചുവിന് വലിയ ഇഷ്ടമായിരിക്കില്ലേ എന്നൊക്കെ. നല്ല അന്ന് നീ വന്നെങ്കി ആകെ ഞങ്ങക്ക് ഫോട്ടോ ഇല്ലല്ലോ. ചേട്ടാ പറവ കാക്ക നമുക്ക് നടക്കാൻ വയ്യ. കാറിൽ ഇങ്ങനെ ചുറ്റി അടിക്കാൻ ഇഷ്ടാണ്. അങ്ങനെ വേണ്ട, നടക്ക്. ഒരു ഇതില് മാത്രം ഫ്ലവർ എവിടെ കണ്ടത്? ഈ ഒരു ഇത് മാവാണ് ഇത് കേട്ടാ. നല്ല ഇതില് മാത്രമേ ഫ്ലവർ. അയ്യോടാ. ആ ശരിയാ. വേറെ ഒന്നിലും ഇല്ല. അന്ന് നമ്മള് കൊറേ ഫോട്ടോ എടുത്തപ്പോ ഒരു ഇലയും പൂവില്ലാത്തൊരു മരം ഉണ്ടായില്ലേ. സ്കൂളിലുണ്ട് ഇതേ മഷ്റൂം നോക്കിയ. ലച്ചുവിന്റെ സ്കൂളിൽ മിക്ക മരത്തിലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മഷ്റൂംസ് ഉണ്ടെന്ന്. അത് ഈ ഈർപ്പം വരുമ്പേ മനസ്സിലായ. കഴിക്കാമോ? പിന്നെ ഇതൊക്കെ വിഷക്കൂണാണ്. ചത്തുപ്പോ. ആർക്കേലും ഇത് അറിയുമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അറിയണില്ല ഇത് എന്താണെന്നുള്ളത്. കമന്റ് ബിലോ ഒന്നും പൊട്ടിച്ച് വെച്ച് നോക്കിയാലോ. എനിക്ക് വെയിലൊന്ന് ഫോണിൽ കാണാൻ തരുമോ? കൊറേ നടന്ന് ഇവിടെ എത്തിയപ്പോ വേറൊരു സ്ഥലം പോലെ. അയ്യോ മഴ പൊടിക്കണേക്കാ. അയ്യോ ഇതിന്റെ ജലദോഷം ഓടേട്ടാ. മഴ വല്ല ഓടട്ടേട്ടാ. ഓട്. നമ്മള് പറഞ്ഞില്ലേ ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ വെയിലും കൊള്ളൂലെന്ന്. അപ്പൊ അത് മഴയും പെയ്യാനുണ്ട്. പിന്നെ നന്നായിട്ട് ഇതെടുത്തുണ്ടോ? കൊട എടുത്തുണ്ടോ? ഞാനിവിടെ അതിനേക്കാളും നല്ല കാർ എടുത്തിട്ട് വീട്ടിൽ പോകല്ലേ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് നിസാരം ബൈരാഗി വരാട്ടാ. ബൈ. നമുക്ക് ഈ വഴി പോകണ്ടേ കേട്ടാ.